ഹലോ എവരിവൺ, SSC GD 2022 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതുതായിട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് പ്രകാരം പുതിയ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹാൾ ടിക്കറ്റിന്റെയും എങ്ങനെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം SSC GD 2022 പ്രകാരം ഇപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള വേക്കൻസീസ് 50,187 വേക്കൻസീസ് ആണ്. ഈ ഒരു വേക്കൻസി ആണ് ഈ ഒരു എക്സാം വഴി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 1 മുതലാണ്. ഇത് റീഷെഡ്യൂൾ ചെയ്തതാണ്. നേരത്തെ 2 തവണ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ഡേറ്റ്സും കഴിഞ്ഞ് മെയ് 1 മുതലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, അതായത് ഏപ്രിൽ 24, 2023 ഇന്നാണ് റിലീസ് ആയിട്ടുള്ളത്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് crpfonline.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ്. CRPFന്റെ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ആ ഗ്രൂപ്പിലും ഈ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ലിങ്ക് കാണാം, താഴെ കാണുന്നത് പോലത്തെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ CRPF ഓൺലൈനിന്റെ വെബ്സൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ: കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി 4 റീസെന്റ് പാസ് ഫോട്ടോഗ്രാഫ്. 4 ഫോട്ടോഗ്രാഫുകൾ നിങ്ങൾ കയ്യിൽ കരുതണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഫോട്ടോ ബിയറിംഗ് ID പ്രൂഫ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്, 4 ഫോട്ടോഗ്രാഫും ഫോട്ടോ എഫിക്സ് ചെയ്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു ID പ്രൂഫ് ഒറിജിനൽ നിങ്ങൾ കയ്യിൽ കരുതുക. ID പ്രൂഫിന്റെ എക്സാമ്പിൾ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസോ, വോട്ടർ IDയോ, ആധാർ കാർഡോ, ID കാർഡ് ഇഷ്യൂഡ് ബൈ യൂണിവേഴ്സിറ്റി, കോളേജ്, ഇൻകം ടാക്സ്, പാൻ കാർഡ് തുടങ്ങിയ ID പ്രൂഫുകൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒറിജിനൽ കയ്യിൽ കരുതണം. മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 4 ഫോട്ടോഗ്രാഫും ഒരു ID കാർഡ് ഒറിജിനലും മസ്റ്റ് ആയിട്ടും കയ്യിൽ കരുതുക. അങ്ങനെ ID കാർഡും ഫോട്ടോഗ്രാഫും ഇല്ലാത്ത ഒരാളെ ഒരു കാരണവശാലും ഈ ഒരു എക്സാമിന് അലോ ചെയ്യുന്നതല്ല എന്ന് സ്പെഷ്യലി പറയുന്നുണ്ട്. ദേ ഷാൽ നോട്ട് ബി അലൗഡ് ടു അപ്പിയർ ഫോർ ദ എക്സാമിനേഷൻ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇങ്ങനെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അതിൽ രജിസ്ട്രേഷൻ ID, നിങ്ങളുടെ രജിസ്ട്രേഷൻ ID നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് രണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്യാപ്ച ഒക്കെ എൻ്റർ ചെയ്യുന്നത് പോലെ 5+2 ഇപ്പൊ 7 ആണ് അല്ലെ. അപ്പൊ 7 എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്ത ഹാൾ ടിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. നേരത്തെ പറഞ്ഞ ID പ്രൂഫ് 4 ഫോട്ടോ, അതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഹാൾ ടിക്കറ്റും കൂടെ കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നേരത്തെ റീഷെഡ്യൂൾ ചെയ്തതാണ്. നേരത്തെ ഒരു വട്ടം ഡേറ്റ് വന്നിട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്തതാണ്. ഈ ഒരു ഹാൾ ടിക്കറ്റ് ssc.nic.in എന്ന് പറയുന്ന SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ല അവൈലബിൾ ആകുന്നത്. പകരം CRPFന്റെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റ് ആയ crpfonline.com എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കും അവൈലബിൾ ആവുന്നത്. CRPF ആയിരിക്കും ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി, പറഞ്ഞ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ ID പ്രൂഫ് ഒറിജിനലും, ഇത് 3 നിങ്ങൾ കരുതിയിട്ട് മാത്രം നിങ്ങളുടെ എക്സാമിനേഷന് പോവുക.